ഹാപ്പി ഡേ ഗെറ്റ് യാ. ഈ ഒരു പോഡ്കാസ്റ്റ് ഏതെങ്കിലും രീതിയിൽ ആക്സിഡൻ്റ് ആയിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് എത്തി നിങ്ങളത് പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ശരിക്കും നിങ്ങളെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. യെസ്, ഞാൻ സംസാരിച്ചു വരുന്നത് സെൽഫ് ഡൗട്ടിനെ കുറിച്ചാണ്. സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കടന്നു പോകുന്ന സിറ്റുവേഷനാണ്. ഓക്കെ, ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപടി മുന്നോട്ട് പോയി ഈ ഒരു ബോക്സ് കൃത്യമായിട്ട് നമ്മൾ പൊട്ടിച്ച് പുറത്തു വരും. ഓക്കെ, അതിനായിട്ട് സഹായിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, നമ്മൾ വിജയിച്ച എല്ലാവരെയും നോക്കുക, സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരെയും നോക്കുക. ഒരു വ്യക്തിയെ നിങ്ങൾക്കൊന്ന് കാണിക്കാനായിട്ട് കഴിയുമോ സെറ്റ് ബാക്ക് ഇല്ലാതെ, സെൽഫ് ഡൗട്ട് ഇല്ലാതെ, മുന്നോട്ട് പോകാതെ, എവിടെയൊക്കെയോ ഒന്ന് പിഴച്ചു പോകാത്ത ഒരാളും ഇല്ല. സോ ഇറ്റ് ഈസ് നോർമൽ. ഓക്കെ, നമുക്ക് സാധാരണ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത് സാധാരണമാണ്. അതൊരു തെറ്റല്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ചില രീതികളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. നമ്മളത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുത്ത് അത് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലുള്ള വളരെ കൃത്യമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു ചേഞ്ചിനായിട്ട് നമ്മുടെ ഒരു ചെറിയ പുഷ് മതി, വലിയ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ അത് വളരെ 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 ഹൃദയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ഈസി ആയിട്ട് നമ്മൾ പുറത്തു വരും. പക്ഷെ ഇൻ കേസ് നമ്മൾ അങ്ങനെ ഒരു ചേഞ്ച് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. സെൽഫ് ഡൗട്ട് എന്താ പറയുക, ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇട്ടിട്ട് വന്ന കുന്നുപോലെ വരും എന്ന് പറയില്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ ആ സെൽഫ് ഡൗട്ട് കൂടി ഒരു പർവ്വതമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ കുഞ്ഞ് ആയിട്ടാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നതെന്ന് ചിന്തിക്കുക. അതിനെ നമ്മളൊരു പർവ്വതമാക്കാതെ കഴിയുന്നതും പെട്ടെന്ന് തല്ലി ഉടച്ച് അതിനെ പുറത്തെടുത്ത് നമുക്ക് കളയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ഞാൻ വ്യക്തിപരമായിട്ട് ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയൊരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ആദ്യമായിട്ട് മലയാളത്തിലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ധാരാളം ആൾക്കാരുടെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ ILHS എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു മെൻറ്റർഷിപ്പിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ധാരാളം അച്ചീവ്മെൻറ്റ്സുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പല സമയത്തും കമ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ഇത്ര അച്ചീവ് ചെയ്യുന്നുണ്ട് ഇത്ര മാസത്തിനകത്ത്, എനിക്കത് പറ്റുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, കുറേ ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്ന് ഭയങ്കരമായിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഞാൻ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ വളരെ തുടക്ക സമയങ്ങളിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ശരിയായ രീതിയിലാണോ, ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ, ഇങ്ങനെ ചോദിച്ച് വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങളും ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു സെൽഫ് ഡൗട്ട് സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ വാക്ക് മാത്രം ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ആക്സിഡൻ്റലി നിങ്ങളിലേക്ക് വന്നതല്ല, ഇറ്റ്സ് എ പർപ്പസ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുക. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആ ഒരു സെൽഫ് ഡൗട്ടിന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമായിട്ട് പല കാര്യങ്ങളിൽ ഞാൻ താഴേക്ക് പോയത് കൊണ്ട് ഇന്ന് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു ചിന്തയിലേക്ക് വരുമ്പോൾ ആ ഫീലിങ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളെ പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മൾ നാളെ നമ്മുടെ ചുറ്റും ഒത്തിരി പേരെ നമ്മൾ മെൻറ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സ് നമ്മളെ ആ ഒരു ഫീലിങ്സിലൂടെ കൊണ്ടുപോകുന്നു എന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ ലൈഫിൽ അത് വളരെ അർത്ഥവത്തമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് കടന്നു പോകാതെ ഒരിക്കലും ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. ശരിയല്ലേ? ഇപ്പോൾ ഒന്ന് നോക്കിയേ, നമുക്കറിയാം നമ്മൾ വിശപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മളത് ഏതെങ്കിലും ലൈഫിൻ്റെ പാർട്ടിൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഡീപ്പ് അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഇതുവരെയും കടന്നു പോകാത്തൊരു വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നെങ്കിൽ അതൊരു ബിഗ്ഗർ പർപ്പസിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം ആദ്യത്തെ പോയിൻറ്റ്സ് ഞാൻ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, ഇറ്റ്സ് നോർമൽ. എല്ലാവരുടെ ലൈഫിലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക. സെൽഫ് ഡൗട്ട് നോർമലാണ്, ഇതിൽ നമ്മൾ പുറത്തു വരും. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് പോകാം. ഇപ്പോൾ ഈ ഒരു ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ നടക്കുകയായിരിക്കാം, ചിലപ്പോൾ നിൽക്കുകയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും ജോലിയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും കേട്ടതായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് മുന്നേറാം.
ഈ ഒരു ശബ്ദത്തിനെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധയോടുകൂടി ഒരു സ്ഥലത്തേക്ക് മാറിയിട്ട് ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് ഒരല്പം നേരം, ഞാൻ അധിക സമയം എടുക്കില്ല, ഒത്തിരി നിങ്ങളുടെ സമയം നഷ്ടമാക്കില്ല, കുറച്ച് നമുക്കൊന്ന് മുന്നോട്ട് പോകാം, പക്ഷെ ഒരു ശ്രദ്ധ കൊടുക്കാനായിട്ട് കഴിയുമെന്നുണ്ടെങ്കിൽ മറ്റാരുമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒന്ന് മാറിയിട്ട് ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് എന്നെ കൂടെ ഒന്ന് സഞ്ചരിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് ഇത് ഓവർകം ചെയ്യാം. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇത് നോർമലാണെന്ന് മനസ്സിലാക്കുക. 2, നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം നമ്മളുമായിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഫീലിങ്സിനെ കേൾക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നല്ല സുഹൃത്ത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം, ഒരു മെൻറ്റർ ആയിരിക്കാം, അങ്ങനെയുള്ള ഒരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുക. ഒരിക്കലും നമ്മളത് നമ്മുടെ കയ്യിലേക്ക് ഹോൾഡ് ചെയ്യാതെ, ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ, സെൽഫ് ഡൗട്ട് സിറ്റുവേഷൻ വരുമ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയോ ഏതെങ്കിലും ഒരു മെസ്സേജിലൂടെയോ നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കുക. മറ്റുള്ളവർ എന്ന് ഞാൻ പറഞ്ഞത് വളരെ ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ഏറ്റവും നമ്മുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുമെന്നുള്ള ഒരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് സീക്ക് ചെയ്യുക. എനിക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. കാരണം ഓൾറെഡി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ പോയൊരു വ്യക്തിക്ക് വളരെ വേഗത്തിൽ കൈപിടിച്ച് അടുത്ത ലെവലിലേക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചോദിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ചിലപ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഒരു സപ്പോർട്ട് ആവശ്യപ്പെട്ട വ്യക്തിയായിരിക്കും. സോ ഹിയർ ഈസ് ദാറ്റ്, ആ ഒരു സപ്പോർട്ടിലേക്കാണ് നമ്മൾ ആയിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ പേപ്പറിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യം, ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രെങ്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അച്ചീവ്മെൻറ്റ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ശരിക്കും ആലോചിക്കാത്തതുകൊണ്ടല്ലേ എന്തുമാത്രം അച്ചീവ്മെൻറ്റ്സുകളാണ് നമ്മുടെ ലൈഫിലുണ്ടായേ. ഈ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻറ്റ്സോ ഒരു വലിയ ഫിഗറിനെ അല്ല ഞാൻ പറയുക. ഓരോ ചെറിയ വാക്കിലൂടെയും, ഓരോ വീക്ക്ലി മീറ്റിങ്ങിലും, ഇല്ലെങ്കിൽ ഓരോ യൂട്യൂബിലെ വീഡിയോസും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റിയിലും എത്രയോളം ആൾക്കാരുടെ ലൈഫിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, അത് കഴിഞ്ഞിട്ട് എന്തുമാത്രം സ്ട്രെങ്ത് നമുക്കുണ്ട്. നന്നായിട്ട് സംസാരിക്കാനായിരിക്കാം, ചിലപ്പോൾ ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിരിക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് ശരിക്കും അത് നമ്മൾ എഴുതി വെക്കപ്പെടേണ്ടതാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരല്പസമയം എടുത്തിട്ട് ഒരു ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കിയാലോ. ഒരു പേപ്പർ എടുക്കുക, അതിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ശക്തിയായിട്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ കഴിഞ്ഞ നാളുകളുടെ അച്ചീവ്മെൻറ്റ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് എഴുതി വെക്കുക. ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത് വളരെ നിസ്സാരമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നമ്മുടെ പഴയ ഫോട്ടോസ്, എന്തുമാത്രം മനോഹരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മുടെ സ്ട്രെങ്തിലേക്കും നമ്മുടെ അച്ചീവ്മെൻറ്റ്സിലേക്കും ഫോക്കസ് ചെയ്യുക, നമ്മൾ ശ്രദ്ധ കൊടുക്കുക. ബാക്കി ഒന്നിലേക്കും നമ്മൾ നോക്കരുത്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ഒരു കുതിരയുടെ ഒരു പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, ഒരു കുതിര നമ്മൾ വളർത്തുന്നതാണെങ്കിൽ അതിൻ്റെ കണ്ണ് ഇങ്ങനെ മറച്ച് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് 2 സൈഡിലും പുല്ലും വയ്ക്കലൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ആ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട, നേരെ കണ്ടാൽ മതി. സ്ട്രെയിറ്റ് ഫോക്കസ് ചെയ്തിട്ട് എൻ്റെ സ്ട്രെങ്തും അച്ചീവ്മെൻറ്റ്സും മാത്രം നമ്മൾ കാണുക, ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഓക്കെ, അങ്ങനെ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഈ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ലോലി അത് ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു പോവാം. ഓക്കെ, ഒന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ആഹാരം കൊണ്ടുവച്ചു, അല്ലേ? അത് കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വിശപ്പ് മാറുക. പക്ഷേ ആഹാരം നമ്മുടെ ടേബിളിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിലായിരിക്കുമ്പോൾ ആഹാരം ഫ്രണ്ടിലേക്ക് എത്തി, നമ്മൾ കഴിച്ചിട്ടില്ല. കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പേപ്പർ എടുക്കുക, ഈ ഒരു പോഡ്കാസ്റ്റിനെ ഒന്ന് പൗസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് മുഴുവനും കേട്ടതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് കൈകൊണ്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ആഹാരം കഴിക്കുക എന്ന് ഞാൻ പറയാം, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ പേപ്പറും പേനയും ഒന്ന് അനങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്തുകളും അച്ചീവ്മെൻറ്റ്സുകളും നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, സോ നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, നിങ്ങളുടെ ഒരു റിലീഫിങ് മൂഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ട് ഒരു മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ആ ഫോക്കസ് മാറിയപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ണടച്ച് നോക്കിയേ, ശരിയല്ലേ? നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മൾ വന്ന വഴിയിൽ നമ്മുടെ സ്ട്രെങ്ത്, ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുറേ നമ്മൾ ഇതുവരെയുള്ള ചിന്തകളൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ സന്തോഷത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളും ഒരു ആക്ഷൻ പ്ലാനും നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്.
റിയലിസ്റ്റിക് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒത്തിരി വലിയ അച്ചീവ്മെൻറ്റ്സിലേക്കോ ഒരു ഗോളിലേക്കോ പോകുന്നതിന് പകരം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറുതായിട്ട് ബാക്ക് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ഇതായിട്ട് നമ്മുടെ സ്മോളർ ഗോൾസ് നമ്മൾ എഴുതുക. അപ്പോൾ വരുന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസത്തിനകത്ത് എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ചെറിയ അച്ചീവ്മെൻറ്റ്സുകൾ, അത് ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റ് തന്നെ ആകണമെന്നില്ല, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും സിറ്റുവേഷൻ്റെ പോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ നിങ്ങളുടെ അച്ചീവബിൾ ഗോൾസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് റിയലിസ്റ്റിക് ആയിരിക്കണം. ആ രീതിയിൽ ചെയ്ത് അതിനൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാം. കാരണം ഇന്ന് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് വളരെ വലിയൊരു സാധ്യതയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ChatGPT പോലുള്ള ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഓപ്പണായിട്ട് പറയുക, ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്, എനിക്കിത് ഓവർകം ചെയ്യാനായിട്ട് എനിക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ പ്ലാൻ എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ChatGPT ഒക്കെ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ആക്ഷൻ പ്ലാൻസ് തയ്യാറാക്കാൻ. നമ്മൾ മുമ്പൊക്കെ കൈകൊണ്ട് എഴുതി കുറേ സമയം എടുക്കണമെങ്കിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് വളരെ നല്ലതാണ്. ഓക്കെ, ആ രീതിയിൽ ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാക്ടീസ് സെൽഫ് കെയർ എന്ന് പറയുന്നതാണ്. നമ്മൾ നമ്മുടെ സെൽഫ് കെയറും ഒരു മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസാണ്, ആ വാക്ക് തന്നെ അതല്ലേ. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നന്നായിട്ട് ആഹാരം കഴിക്കുക, നമ്മൾ വെള്ളം കുടിക്കുക, എക്സസൈസിന് സമയം കൊടുക്കുക, ഇനഫായിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ഒരു തിരക്കിനിടയ്ക്ക് എവിടെയോ നമ്മൾ രാവിലെ നടക്കാൻ പോകുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ, നാളെ മുതൽ രാവിലെ ഒരല്പം ഒന്ന് നടക്കാനായിട്ട് പോയാലോ, പുറത്ത് ഒരു എക്സസൈസിൻ്റെ പാർട്ടായിട്ട്. ആ നടക്കാൻ പോകുന്ന സമയത്ത് ഒരു ഹെഡ്ഫോണും ഒരു ഫോണും ഉണ്ടെങ്കിൽ സ്ട്രേഞ്ചർ സീക്രട്ട് എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ പ്രാക്ടീസിന് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ്, നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ, ഉറങ്ങുന്ന കാര്യത്തിൽ, കാരണം നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കൂടുതൽ സമയം വർക്ക് ചെയ്യും, നമ്മുടെ ഉറക്കം നഷ്ടമാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരു മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു മെഡിറ്റേഷന് സമയം കൊടുക്കുക, ഒരു ഡീപ്പ് ബെർത്ത് എടുക്കുക, യോഗ പോലുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുക. നമ്മൾ ചില സമയങ്ങളിൽ ഒന്ന് ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ സ്പീഡിൽ നിന്ന് വണ്ടി കുറച്ച് സമയത്തേക്ക് ഒതുക്കിയിടുന്നു, അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വീണ്ടും വണ്ടി ഓടിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഒരു നല്ല ഫാമിലി ടൈമോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ടൈം നമ്മളിലേക്ക് കൊടുക്കാതെ തിരക്ക് പിടിച്ചായി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരിക. എന്നിട്ടൊരു സെൽഫ് കെയർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സെറ്റ് ബാക്കിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് നമ്മൾ നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയാം, ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി. എല്ലാവരും ചിലപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള വാക്ക് സെറ്റ് ബാക്കിനെ കുറിച്ച് പറയത്തില്ലായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ അതാണ്, അതായത് എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സെറ്റ് ബാക്ക്. കാരണം ഞാൻ എൻ്റെ ഈ ഒരു സെറ്റ് ബാക്കിലും ഈ ഒരു ഫെയിലിയറിലും ഈ ഒരു പരാജയത്തിലും കയ്യിൽ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ് എൻ്റെ സ്ട്രെങ്ത്. കാരണം ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയില്ലായെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയില്ല. അഡ്വർടൈസിങ്സ് റൺ ചെയ്യാനായിട്ട്, നമ്മുടെ ഇൻ്റർനെറ്റിന് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്, റെൻറ്റിന് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്, ഈ ഒരു സിറ്റുവേഷനിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത് ഇറ്റ്സ് ഫോർ എ ബിഗ്ഗർ പർപ്പസ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ടും ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്നതാണ്. സോ ഇറ്റ്സ് നോർമൽ. ഓക്കെ, സോ വളരെ പോസിറ്റീവാവുക. ഈ ഒരൊറ്റ പോഡ്കാസ്റ്റ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ മാറിക്കഴിഞ്ഞു. ഇനി വേറൊന്നുമില്ല, നിങ്ങൾ ഇതുവരെയും മറ്റൊരാളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളുടെ സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ മൊബൈൽ എടുക്കുക. താങ്ക് യു, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് പറയുക. നിങ്ങളുടെ ഒരു മെസ്സേജ് മതിയെന്നേ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ജോലി ഒന്ന് മുട്ടുക, അത് തുറക്കുക തന്നെ ചെയ്യും. തുറക്കാതിരിക്കാനായിട്ട് ഒരു സാധ്യതയുമില്ല. കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളുടേത് മാത്രമല്ല, ഒത്തിരി ജീവിതങ്ങളെ മാറ്റാനായിട്ട് നിങ്ങളുടെ കരസ്പർശം കൊണ്ട്, നിങ്ങളുടെ ആക്റ്റീവ്നെസ് കൊണ്ട്, നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന സ്കില്ല് കൊണ്ട്, ഇതെല്ലാം നിങ്ങളെ പരുവപ്പെടുത്തുന്നത് ഒത്തിരി ലൈഫുകൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ എല്ലാം മാറ്റുക. നമ്മുടെ ഒരു സ്കിന്നൊക്കെ ഇളകി പോകുന്ന പോലെ കഴിഞ്ഞു, നമ്മുടെ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് വീണ്ടും കേൾക്കണമെങ്കിൽ കേൾക്കാം. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, മുന്നോട്ട് തന്നെ പോവാം. എല്ലാ സിറ്റുവേഷനും നമുക്ക് നല്ലതാണ്. നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം. തിരിച്ചു വരിക എന്നുള്ളത്. നമ്മൾ സംസാരിക്കുക, മനസ്സ് തുറന്ന് നമ്മുടെ ഏറ്റവും നന്നായിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുക. അതൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ചെയ്ത ജോലിയൊക്കെ ശരിക്കും ഏറ്റവും നല്ലതാണെന്ന് തിരിച്ചറിയാനും കൂടി കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ പല മെമ്പേഴ്സും നമുക്ക് തന്നിട്ടുള്ള ടെസ്റ്റിമോണിയൽസ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങൾ, ഫോട്ടോസ്, ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കാനായിട്ട് നമ്മുടെ സ്ട്രെങ്തിലേക്കും നമ്മുടെ ഇതുവരെയും നമുക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സിലേക്കൊക്കെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. അതിനുശേഷം വളരെ വേഗത്തിൽ ഓക്കെ, നമ്മൾ ഇതിപ്പോൾ ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞു, നമ്മുടെ പ്രശ്നമൊക്കെ സോൾവ് ആയി. നമ്മളിനി മുന്നോട്ട് പോവാണ്. ഓക്കെ, ചെറിയ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ എഴുതുക, അത് അച്ചീവ് ചെയ്യുക, മുന്നോട്ട് തന്നെ പോവുക ഏത് സമയത്തും. ഓക്കെ, ഇഫ് യു ഫീൽ യു ആർ സ്റ്റക്ക്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു മെസ്സേജ് അകലത്തിൽ അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൻ്റെ അകലത്തിൽ ഞാനുണ്ട്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്തൊരു പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ.